जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय प्रभुपाद जय प्रभुपाद जय प्रभुपाद. ഇത് ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ എഴുതിയ ഒരു ബുക്കിൽ നിന്നുള്ളതാണ്. അപ്പം അതിൽ ഓരോരോ ഡിവോട്ടീസിന്റെ റിയലൈസേഷൻ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം അതിൽ ആത്മതത്വദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയുടെ റിയലൈസേഷൻ പറയാണ്. അപ്പം അതിൽ അദ്ദേഹം ബ്രാഹ്മൺ ഇനിഷ്യേഷൻ എടുക്കാൻ വേണ്ടി ശ്രീല പ്രഭുപാദിന്റെ അടുത്ത് ചെന്നിരുന്നു. ബോംബെയിലായിരുന്നു. രാധാഷ്ടമി സമയത്താണ് ദീക്ഷ എടുക്കാനായിട്ട് ചെന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ നല്ല പല്ലിനൊക്കെ ഇൻഫെക്ഷൻ ആയിരുന്നു ആ സമയത്ത്. അദ്ദേഹത്തിന് ശരിക്കും സംസാരിക്കാനൊന്നും പറ്റില്ലെന്ന്. അപ്പം പ്രഭുപാദിനെ കാണാനായിട്ട് അദ്ദേഹം ചെന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കാൻ പറ്റാതായപ്പോൾ പ്രഭുപാദ് ചോദിച്ചു എന്താ കാരണം എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞു. പ്രഭുപാദ് ഒന്നും പറഞ്ഞില്ല, ബ്രാഹ്മണ ദീക്ഷ കൊടുത്തു. പിന്നെ അടുത്ത ദിവസം ഈ ലെക്ചർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു സർവീസ് കിട്ടി. ആത്മതത്വ പ്രഭുപാദിനെ വീശ്വരാനായിട്ടുള്ള ചാമരം വെച്ച്. അപ്പം അദ്ദേഹം പ്രഭുപാദിനെ ഇത് ചെയ്യാനായിട്ട് വന്ന സമയത്ത് പ്രഭുപാദ് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഫാൻസിഫുള്ളായിട്ട് വീശാൻ തുടങ്ങി. ഭയങ്കര സ്റ്റൈലിൽ വീശാൻ തുടങ്ങി. ഭയങ്കര വലിയ പൊക്കി ഇങ്ങനെ ഈ തൃശ്ശൂർ പൂരത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ അത് ചെയ്തോണ്ട്. അപ്പം അത് പ്രഭുപാദ് അന്ന് കുറച്ച് തണുപ്പുള്ള സമയമായിരുന്നു. അപ്പം ഇത്രയും ഭയങ്കരമായിട്ട് വീശിയപ്പോഴത്തേന് അത് പ്രഭുപാദിനും തണുക്കും അത്രയും. അപ്പം പെട്ടെന്ന് പ്രഭുപാദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ നോക്കി. അപ്പം അദ്ദേഹത്തിന് തോന്നി ഞാൻ ഭയങ്കരമായിട്ട് വീശുന്നുണ്ട്, തണുക്കുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്തതെന്ന്. പെട്ടെന്ന് അദ്ദേഹം സ്ലോ ചെയ്തു, വിഷറി സ്ലോ ചെയ്തു. പക്ഷെ ഒത്തിരി അങ്ങ് സ്ലോ ചെയ്തു. ഒത്തിരി സ്ലോ ചെയ്തപ്പോഴത്തേനും അവിടെ കുറേ ഈച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പ്രഭുപാദിനെ വന്ന് ഇങ്ങനെ മുഖത്തും ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു. പ്രഭുപാദ് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പ്രഭുപാദ് വീണ്ടും അദ്ദേഹത്തിനെ നോക്കി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാൻ ശരിക്കും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് പ്രഭുപാദ് എന്നെ നോക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് കൺഫ്യൂഷനായി, ഞാൻ ഫാസ്റ്റായിട്ട് വീശണോ അതോ സ്ലോ ആയിട്ട് വീശണോ എന്നൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം അത് പോയി. പക്ഷെ ആ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലെക്ചറിൻ്റെ ഇടയിൽ പ്രഭുപാദ് പറഞ്ഞു നമ്മുടെ യഥാർത്ഥ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലുള്ള കാമം, ക്രോധം, മതം, മാത്സര്യം ഇതൊക്കെയാണ് നമ്മുടെ യഥാർത്ഥ ഇൻഫെക്ഷൻ. ഭൗതികമായിട്ടുള്ള ഇൻഫെക്ഷൻ ഈ ശരീരത്തോടൊപ്പം വരും പോകും. പക്ഷെ സൂക്ഷ്മ ശരീരത്തിലുണ്ടായിരിക്കുന്ന ഈ കാമക്രോധ മത മാത്സര്യം ആത്മാവിനോടൊപ്പം തന്നെ എപ്പോഴും സഞ്ചരിക്കും. അപ്പം യഥാർത്ഥ നമ്മുടെ രോഗം എന്ന് പറഞ്ഞാൽ അതാണ്, കാമം, ക്രോധം, മതം, മാത്സര്യമാണ് എന്നിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തും തിരിച്ച് ഇദ്ദേഹത്തിനെ നോക്കിയും ഇങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. കാരണം അദ്ദേഹം സാധാരണ ഒരു വലിയ പൊസിഷനിലുള്ള ഡിവോട്ടി ഒന്നുമല്ല, സാധാരണ ഡിവോട്ടിയാണ്. അദ്ദേഹത്തിന് പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്റെ വായിൽ ഇൻഫെക്ഷൻ ആണ്. അത് അദ്ദേഹത്തിന് ഒരുപാട് അലട്ടുന്നുണ്ടായിരുന്നു. ഇതാണ് ഇൻഫെക്ഷൻ, എനിക്ക് പെയിൻ ആണ് എന്നൊക്കെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ലെക്ചറിൽ വെച്ച് തന്നെ പ്രഭുപാദ് ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ യഥാർത്ഥ അസുഖം എന്താണെന്ന് പറയുകയാണ് ചെയ്തത്. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യേണ്ടത്. ശരീരത്തിനോട് വരുന്ന അസുഖങ്ങൾ വരും പോവും. നമ്മൾ ചികിത്സിച്ചാൽ ചിലപ്പോൾ പോവും, ചിലപ്പം പോകത്തില്ല, ശരീരത്തോടൊപ്പം ഇല്ലാതാവും. പക്ഷെ ഇത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്, കാമക്രോധ മോഹം, മതം, മാത്സര്യം ഇതെല്ലാം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മൾ ചികിത്സിക്കേണ്ട അതിനെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സാക്ഷാത്കാരമായിട്ട് പറയുന്നത് ശ്രീല പ്രഭുപാദിന് നമ്മുടെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലല്ല നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ആന്തരികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ അദ്ദേഹം കണ്ടുപിടിക്കുകയും അത് ചികിത്സിക്കുകയാണ് ശ്രീല പ്രഭുപാദ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഉത്തമ, നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ ഉള്ളിനെ കാണും എന്നാണ് അദ്ദേഹം അതിനകത്ത് പ്രഭുപാദിനെ കുറിച്ച് പറയുന്നത്. അതാണ്.